അധ്യക്ഷൻ, ശേഷം എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവമാവട്ടെ എന്റെ സ്നേഹത്തെ അറിയിക്കുന്നു. ഇന്നത്തെ എന്റെ ഭാവനാ വിഷയം പത്രോസിന് ഇസ്കര്യോത്ത യൂദയുടെ കത്ത്. പത്രോസിന് ഒരു ഇസ്കര്യോത്ത യൂദ കത്ത് എഴുതിയാൽ എങ്ങനെയിരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. പ്രിയ സഹോദരൻ പത്രോസിന്, നരകത്തിൽ നിന്നും നിന്റെ സ്നേഹിതനായിരുന്ന ഇസ്കര്യോത്ത യൂദയുടെ വന്ദനം. ആർത്തിരുമ്പ് സാഗരത്തിനേക്കാളും അതിഘോരമായ കത്തിജ്വലിക്കുന്ന സൂര്യരശ്മികളെക്കാളും ഭയാനകമായ ഈ നരകവാസത്തിൽ നിന്ന് ഒരിക്കലെങ്കിലും തനിക്കൊരു കത്ത് അയക്കാൻ കഴിഞ്ഞതിലുള്ള ലഘു സന്തോഷത്തോടെ തുടങ്ങട്ടെ. തനിക്കും കൂട്ടു സഹോദരന്മാർക്ക് സുഖം തന്നെയാണല്ലോ. എപ്പോഴും സന്തോഷമുഖരിതമായ സ്വർഗീയ വാസത്തിൽ നിങ്ങൾ ആനന്ദ പരിപൂർണരായി കഴിയുന്നുവല്ലോ. നിങ്ങളുടെ സന്തോഷമാണ് ഇന്ന് എന്റെ ദുഃഖം. നിങ്ങൾ സന്തോഷിക്കുമ്പോൾ ആ കൂടെ എനിക്കും സന്തോഷിക്കാൻ കഴിയുന്നില്ല എന്നതാണ് എന്റെ ദുഃഖം. ഏതു കാര്യത്തിലും എടുത്തുചാട്ടക്കാരനായ താൻ ഒരിക്കലും സ്വർഗത്തിൽ ഉള്ള കാര്യം ഞാൻ വിചാരിച്ചില്ല. കാരണം യേശുവിനെ 3 വട്ടം തള്ളിപ്പറഞ്ഞ വ്യക്തിയല്ലേ നിങ്ങൾ. ഞാൻ യേശുവിനെ ഒരു പ്രാവശ്യം ഒറ്റിക്കൊടുത്തപ്പോൾ എനിക്ക് നരകവാസം ലഭിച്ചതിനാൽ ഞാൻ വിചാരിച്ചു താനും നരകത്തിൽ കാണുമെന്ന്. ഞാൻ ഇവിടെ എല്ലായിടവും അന്വേഷിച്ചപ്പോൾ തന്നെ കണ്ടില്ല. അപ്പോൾ ഒരു കാവൽക്കാരൻ പറഞ്ഞു, പത്രോസ് അനുതപിച്ച് മാനസാന്തരപ്പെട്ടെന്ന്. പത്രോസെ, നിങ്ങളുടെ ഭാഗ്യം അവർണ്ണനീയം തന്നെ. യോഹന്നാൻ, അന്ത്രയോസ്, യാക്കോബ്, ഫിലിപ്പോസ്, ബർത്തലാമായി, തോമസ്, മത്തായി, യാക്കോബ്, തദ്ദായി, ശിമോൻ എന്നിവരോടും എന്റെ സ്നേഹാന്വേഷണം പറയണം. പത്രോസെ, ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല യഹൂദാജനം യേശുവിനെ പിടികൂടി ക്രൂശിക്കുമെന്ന്. അവർ പിടിക്കാൻ വരുമ്പോൾ യേശു പിടികൊടുക്കുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചതേയില്ല. എന്റെ വിചാരം യേശു ദൈവമാണല്ലോ, അതുകൊണ്ട് അവർ പിടിക്കാൻ വരുമ്പോൾ പിടികൊടുക്കാതെ അവരെ സംഹരിക്കുകയോ മാനസാന്തരപ്പെടുത്തുകയോ ചെയ്യുമെന്നായിരുന്നു. അന്ന് ഖജാൻജിയായിരുന്ന ഞാൻ അനുമാനിച്ചത് 30 വെള്ളിക്കാശ് കിട്ടുകയും യേശു രക്ഷപ്പെടുകയും നമ്മുടെ ആവശ്യത്തിനുള്ള പണം കിട്ടുകയും ചെയ്യുമെന്ന് കണക്കുകൂട്ടി പണം സൂക്ഷിക്കലായിരുന്നുവല്ലോ എന്റെ ജോലി. ആയതിനാൽ അപ്രകാരം കണക്കുകൂട്ടി. അതിനാൽ ഇപ്പോൾ യേശുവിനെ പ്രസംഗിക്കുന്ന ഏത് സ്ഥലത്തും എന്നെക്കുറിച്ച് പറയുമ്പോൾ ഒറ്റുകാരൻ യൂദ എന്ന അപരനാമത്തിലാണ് അറിയപ്പെടുന്നത്. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഒരു സംഭവമുണ്ടായി. ഇവിടുത്തെ സെക്രട്ടറിയെയും പ്രസിഡന്റിനെയും ഖജാൻജിയെയും തിരഞ്ഞെടുക്കുന്ന ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഈ പാതാള രാജ്യത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു ജഡ്ജസ്. അദ്ദേഹം കർക്കശ സ്വഭാവക്കാരനായിരുന്നു. ഒരു മോഷ്ടാവും കൊലയാളിയും കപട രാഷ്ട്രീയക്കാരനുമായിരുന്നു. സെക്രട്ടറിയെയും പ്രസിഡന്റിനെയും തിരഞ്ഞെടുത്ത ശേഷം ഖജാൻജിക്കായുള്ള തെരഞ്ഞെടുപ്പ് നടന്നു. ഞാൻ അപ്പോൾ ഇവിടെ വന്നിട്ട് ഏകദേശം 1 മാസം മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. യേശുവിനെ ഒറ്റിക്കൊടുത്ത വിഷമവും ഇവിടുത്തെ യാതനയാലും ഞാൻ വളരെ ക്ഷീണിതനായിരുന്നു. ഞാൻ അപ്പോൾ ഏവരുടെയും മുമ്പിൽ ശാന്ത സ്വഭാവക്കാരനായിരുന്നു. അതിനാൽ ഏവരും എന്റെ പേര് ഖജാൻജിയായിട്ട് നിർദ്ദേശിച്ചു. അതിനുശേഷം ജഡ്ജസ് പണസംബന്ധമായി കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. ഞാൻ എല്ലാറ്റിനും ഉത്തരവും പറഞ്ഞു. അവസാനമായി ചോദിച്ചു, നീ ഇവിടെ വരുവാനുണ്ടായ സാഹചര്യം എന്തായിരുന്നുവെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, യേശുവിനെ ഒറ്റിക്കൊടുത്തത് കൊണ്ടാണ് ഇവിടെ വന്നത് എന്ന്. അത് പറഞ്ഞപ്പോൾ അദ്ദേഹം കുപിതനായി പറഞ്ഞു, ലോകരക്ഷകനായ യേശുവിനെ ഒറ്റിക്കൊടുത്ത നീ എന്നെയും സെക്രട്ടറിയെയും പ്രസിഡന്റിനെയും ഒറ്റിക്കൊടുത്ത് പണം സമ്പാദിക്കുമെന്ന് പറഞ്ഞു. എന്നെ ചാകാത്ത പുഴുമത്തയിലിട്ടു. എന്റെ ജീവിതം ദുരിതപൂർണമായി. ഇവിടെയും എനിക്ക് യാതൊരു സ്ഥാനവും ലഭിച്ചില്ല. ഭൂമിയിൽ എവിടെയും യേശുവിനെ കുറിച്ചും ഞാനൊഴികെയുള്ള ശിഷ്യന്മാരെ കുറിച്ചും പ്രസംഗിക്കുമ്പോൾ ദൈവജനം സന്തോഷത്താൽ നൃത്തം ചെയ്യുകയാണ്. പത്രോസിന്റെ ഒരു പ്രസംഗത്തിൽ തന്നെ 3000 പേർ മാനസാന്തരപ്പെട്ട കാര്യം പ്രസംഗിക്കുമ്പോൾ ജനത്തിന്റെ പ്രത്യാശ അവർണ്ണനീയം തന്നെ. എന്നാൽ ആ സമയത്ത് എന്റെ കാര്യം പറയുകയാണെങ്കിൽ ദൈവജനത്തിന്റെ നെറ്റി ചുളിയും. ഈയിടെ ഒരു ദിവസം ഞാൻ ഭൂമിയിൽ ഒന്ന് സഞ്ചരിക്കുന്നതിനായി ഇവിടെ നിന്നും ഒളിച്ചോടിപ്പോയി. അപ്പോൾ ഒരു ചർച്ചിൽ നിന്നും പ്രസംഗിക്കുന്നത് കേട്ട് ഞാൻ കുറച്ചുനേരം അവിടെ നിന്നു. പ്രഭാഷകന് വളരെ പരിജ്ഞാനം കുറവാണെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ചു, ഇസ്കര്യോത്ത യൂദ യേശുവിനെ കൊറ്റിക്കൊടുത്തെങ്കിലും ഒരു ലേഖനം എഴുതിയിട്ടാണ് തൂങ്ങി മരിച്ചതെന്ന്. പത്രോസെ, ഈ കാര്യങ്ങളെല്ലാം വായിച്ച് നിനക്ക് ബോറടിച്ചു കാണും. ഇപ്പോൾ ചില കപടവേഷക്കാർ ഞാൻ യേശുവിനെ ഒറ്റിക്കൊടുത്തിട്ട് 30 വെള്ളിക്കാശ് വാങ്ങിയതുപോലെ യേശുവിന്റെ പേര് പറഞ്ഞ് ലക്ഷങ്ങൾ സമ്പാദിച്ചുകൊണ്ട് യേശുവിനെ വിൽക്കുകയാണ്. നിത്യതയിലേക്കുള്ള പ്രവേശനത്തിന് യേശു എന്ന മഹാപുരോഹിതൻ രക്ഷിക്കപ്പെടുന്ന ജനത്തിന്